ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പല്ലവിയും സേതുവും കൂടി അമ്മയോട് ഇതെങ്ങനെ പറയും എന്നുള്ള പേടിയിൽ ഇങ്ങനെ നിൽക്കുക. അമ്മയോട് ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇത് താങ്ങാൻ പറ്റില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഈ കല്യാണം ഏതു വിധേനയും മുടക്കുമെന്നും പകരത്തിന് എന്താണോ നല്ലത് അല്ലെങ്കിൽ ശരി അത് ഞാൻ ചെയ്യും, അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും ഞാൻ ഏൽക്കുമെന്നൊക്കെ പറഞ്ഞ് സേതു ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ പല്ലവിയും അതുപോലെ സേതു ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ നമ്മൾ വിജയ്ക്കും ക്രെഡിറ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല, അച്ചുവിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് സേതുവേട്ടാ ഞാൻ ഈ പറയുന്നതെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. സേതുവേട്ടൻ വന്ന് വണ്ടി എടുത്തേന്നും പറഞ്ഞ് നമുക്ക് പോകണ്ടേന്നും പറഞ്ഞ് പല്ലവി സേതുവിനെയും കൂട്ടിക്കൊണ്ട് പോവുക. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോയി. ഈ സമയത്ത് അവിടെ കല്യാണ പന്തൽ മിത്തുവേട്ടനൊക്കെ ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ആനി വന്നു. ആനി മിസ് വന്നപ്പോൾ ഈ അമ്പലത്തിലല്ലേ കല്യാണം നടക്കുന്നതെന്ന് മിത്രേട്ടനോട് ചോദിച്ചപ്പം അതെ, ഞാൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ വെച്ച് നടക്കുന്ന ഒരു കല്യാണം കാണുന്നത്, ചടങ്ങുകളൊക്കെ ഒന്ന് പറഞ്ഞു തരണേ എന്ന് ആനി ടീച്ചർ മിത്രേട്ടനോട് പറയുമ്പോൾ പിന്നെ എന്താന്ന് പറഞ്ഞ് മിത്രേട്ടൻ ഇങ്ങനെ നിൽക്കുന്നു. പിന്നെ അവിടെ ഒരുക്കങ്ങളും തിരക്കുകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഹരി ടീച്ചറെ നമ്മൾ ചോടി ഇറങ്ങി വന്നു കേട്ടോ. എൻ്റെ ശ്രീഹരി, ഇങ്ങനെയാണോ കല്യാണത്തിനൊക്കെ വരുന്നത്? കുറച്ചുകൂടി നല്ല ഷർട്ട് ഇടായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചപ്പം എൻ്റെ പൊന്ന ടീച്ചറെ, ഞാൻ ഇവിടുത്തെ ജോലിക്കാരന് അല്ലാതെ കല്യാണം കൂടാൻ വന്നതൊന്നും അല്ല എന്ന് പറഞ്ഞു. പണിക്കാർക്ക് ഇത്രയും ഭംഗിയൊക്കെ മതിയെന്നൊക്കെ നമ്മുടെ ഹരി ഇങ്ങനെ പറഞ്ഞു. എടാ നീ പോയി ചായ എടുക്കാൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്കൂടെ എനിക്കും ചായ വേണം കേട്ടോ എന്ന് പറഞ്ഞു മിത്രേട്ടൻ. അതെ, അങ്ങ് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കഴിച്ചിട്ടാ വന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നീ ഒരു സമയത്ത് നമ്മുടെ ആനി ടീച്ചർ ഇങ്ങനെ കാലയിലേക്ക് നോക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹരിയുടെ കാലയിലേക്ക്. അപ്പോൾ കാല് നിറച്ച് രോമവും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ കോളടിച്ചല്ലോ ഹരി എന്ന് നമ്മുടെ ആനി ടീച്ചർ. കല്യാണ ഉറുമ്പാണല്ലോ കാലെ കൂടി ഇറങ്ങി കയറി പോണേന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും കല്യാണ ഉറുമ്പോ അതെന്താ സാധനമാണെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ കല്യാണ ഉറുമ്പോ എന്ന് മിത്രേട്ടൻ. അതെ, ഈ ഒരു ഉറുമ്പ് നമ്മുടെ ദേഹത്തോടെ കയറി ഇറങ്ങിയ ഉടനെ നമുക്കോ നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും കല്യാണം നടക്കുമെന്നാ പറയുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അതിന് ഹരിച്ചേട്ടന് വീട്ടുകാരില്ലല്ലോ, എന്നാ സ്വന്തം കല്യാണം നടക്കുമായിരിക്കും എന്ന് പറഞ്ഞു. അയ്യോ എന്റെയോ? നടക്കും എന്നിങ്ങനെ ആനിമേഴ്സ് പറഞ്ഞപ്പം എന്താ നടന്നാല് നടക്കുമായിരുന്നല്ലോ, നീ പിന്മാറിക്കളഞ്ഞതുകൊണ്ടല്ലേ എന്ന് പറയുന്ന മിത്രേട്ടനോട് മിത്രേട്ട ആവശ്യമില്ലാത്ത പറയരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊന്നും പറയുന്നില്ല, അല്ലെങ്കിൽ ഇനി വേണ്ടിയിട്ട് എന്താ കാര്യം, കുറച്ച് മണിക്കൂറും കൂടെ കഴിഞ്ഞാൽ അച്ചു വേറൊരാളുടേതായി മാറും എന്ന് മിത്രേട്ടൻ പറഞ്ഞു. അപ്പൊ അതെന്താ അങ്ങനെ പറഞ്ഞെന്ന് ആനി ടീച്ചർ ചോദിച്ചു. അതൊക്കെ ഉണ്ട്, ടീച്ചർ ഊട്ടുപുരയിലേക്ക് ചെല്ലി ചായ കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറിനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ ഹരി മിത്രേട്ടനെ വഴക്ക് പറയാം. അച്ചുവിന്റെ ഭാവി വെച്ചാൽ നിങ്ങൾ കളിക്കുന്നതെന്ന് ഓർക്കണം, നിങ്ങൾ എന്ത് വർത്തമാനം പറയുന്നതെന്ന് ചോദിച്ച്. അപ്പൊ ഞാനിത് പരസ്യമാക്കാനൊന്നും പോകുന്നില്ല, ആ വകതിരിവൊക്കെ എനിക്ക് ഉണ്ടെന്ന് മിത്രേട്ടൻ. അപ്പൊ ശരി ഉണ്ണിക്കുട്ട ചെല്ലടാന്ന് പറഞ്ഞിട്ട് എന്നിട്ട് മിത്രേട്ടൻ ഉണ്ണിയെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് കല്യാണ സ്ഥലത്ത് വന്നിട്ട് നമ്മുടെ സേതുവും പല്ലവിയും ഫോൺ വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ആ സമയത്ത് അവിടെ അപ്പുറം എല്ലാവരും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ നമ്മുടെ അച്ചു ഒരുങ്ങാൻ പോയിരിക്കുകയാണല്ലോ. അപ്പോൾ പൂർണിമയും ബാക്കിയുള്ള എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് കല്യാണം കൂടാൻ വന്നുകൊണ്ടിരിക്കുക. അതേ വരുന്നു നമ്മുടെ പ്രതാപനും ഭാര്യയും കൂടി. അവറ്റകൾ രണ്ടും കൂടെ വന്നപ്പോൾ ചേച്ചി ഞങ്ങൾ വൈകില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു. ഇല്ല. അല്ല അച്ചു എവിടെയെന്ന് ചോദിച്ചപ്പം വരും, പാർലറിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തിനാ ചേച്ചി പാർലറിലൊക്കെ വിട്ടേ, ബ്യൂട്ടീഷ്യനൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്താൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ പറയണു. അത് കേട്ടപ്പം നമ്മുടെ സേതുവും പലവിയും കൂടെ ഇങ്ങനെ നോക്കുക. ചേച്ചി പെട്ടെന്ന് വരാൻ പറ, നിഖിലും വീട്ടുകാരും ഇപ്പം ഇങ്ങോട്ട് എത്തും, അവർ വരുമ്പോൾ പെണ്ണില്ലാതിരുന്നാൽ അത് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ നിൽക്കുക പല്ലവി. അപ്പോൾ അവളെന്ന് വിളിച്ചേ മോളെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഋതുവിനോട് പറഞ്ഞു. ഋതു എന്നിട്ട് മാറി നിന്ന് വിളിക്കുക. അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ അമ്മയെന്ന് പറയുമ്പോൾ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ എന്ന് പറഞ്ഞു അമ്മ. അപ്പം അച്ഛന് എന്താ അപകടം പറ്റിയെന്നുള്ള കാര്യം മനസ്സിലായി. അമ്മേ പാർലറിലെ നമ്പർ ഉണ്ടല്ലോ അവിടെ വിളിക്കാം അമ്മയെന്ന് പറഞ്ഞപ്പം എന്നാ നീ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിക്കരുത് എന്നും പറഞ്ഞുകൊണ്ട് ഋതുവിനെ കൊണ്ട് വിളിപ്പിക്കുക. ഋതു ഫോൺ എടുത്ത് അവരെ വിളിച്ചു. അപ്പൊ അവരെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവരവിടുന്ന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഋതുവിനോട് പറഞ്ഞു. ആണോ ശരി ഓക്കെ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തിട്ട് അമ്മേ അവൾ അവിടെ നിന്ന് ഇറങ്ങിയെന്നാ പറഞ്ഞതെന്ന് പറഞ്ഞു. ആണോ അങ്ങനെയാണെങ്കിൽ വരാൻ സമയമായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് ഇവര്. അപ്പോഴേക്കും ടെൻഷനായി. സേതുവിനും പല്ലവിക്കും ഭയങ്കരമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളുമായി. ആ സമയത്ത് സേതു മോനെ ആ ഡ്രൈവറുടെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ച മോനെ, എന്നിട്ട് എവിടെ എത്തിയെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും സേതു ശരി അമ്മയെന്ന് പറഞ്ഞു ഫോൺ എടുത്ത് ഡ്രൈവറെ വിളിക്കുക. അപ്പോൾ ഡ്രൈവറെ വിളിച്ചു കഴിഞ്ഞപ്പം റിങ് ചെയ്യുന്നുണ്ട് അമ്മേ, എടുക്കുന്നില്ലല്ലോ അമ്മയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ടെൻഷനായി. ഈശ്വര എൻ്റെ കുട്ടി ഇത് എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ ഇങ്ങനെ ആകെ വെപ്രാളം കൊള്ളുക കേട്ടോ. അപ്പോഴേക്കും എല്ലാം നിങ്ങളുടെ മിസ്റ്റേക്ക് ആണെന്നും ആരെങ്കിലും കല്യാണ പെണ്ണിനെ ഒറ്റയ്ക്ക് പുറത്തേക്ക് വിടുമെന്നും അതും കല്യാണ ദിവസം എന്നൊക്കെ പറഞ്ഞ ഋതു കുറ്റപ്പെടുത്തുന്നു. ഉത്തരവാദിത്വം ഇല്ലാത്തവരെ കല്യാണം ഏൽപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കുമെന്നും പറഞ്ഞിങ്ങനെ ഈ ഋതു കുറ്റപ്പെടുത്തുമ്പം സേതുവേട്ടനൊന്നും വന്നേ സേതുവേട്ടാന്ന് പറഞ്ഞ് പല്ലവി സേതുവിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുക. അപ്പോൾ അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കലിപ്പിലാണ് പ്രതാപനും ഋതുമോളും. എന്ത് സേതുവേട്ടി കേൾക്കുന്നേ, അച്ചു ഇത് എവിടെ പോയതാണെന്ന് ചോദിച്ചപ്പം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു സേതു. എനിക്ക് തോന്നുന്നത് കല്യാണം മുടങ്ങി കാണാൻ താല്പര്യമുള്ള ആരോ എന്തോ ചെയ്തെന്നാണെന്ന് പറയുമ്പോൾ ആരാ സേതുവേട്ടൻ്റെ മനസ്സിലെന്ന് ഇങ്ങനെ ചോദിച്ചപ്പം ഇന്ദ്രൻ അവനാണെന്ന് പറഞ്ഞു.
ഈ കല്യാണം നടക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നയാള് ഇന്ദ്രനും പ്രതാപനൊക്കെ അല്ലേ, അതുകൊണ്ട് ഇവരിത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം പിന്നിപ്പോൾ എന്താ ചെയ്യേ, അച്ചുവിനെ എവിടെ പോയെന്നാ താനീ പറയുന്നതെന്ന് ചോദിച്ചു. ദൈവം മണ്ടത്തരമായിപ്പോയി, അച്ചുവിനെ തന്നെ വിടണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇവര്. സേതുവേട്ടാ ഇനി അയാളായിരിക്കോ, ഇനി നമ്മൾ പേടിക്കുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവുമോ, വാ സേതുവേട്ടാ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ വണ്ടി എടുത്ത് പറന്ന് പോവും അവിടുന്ന്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ വണ്ടി എടുത്ത് പറന്ന് അങ്ങ് ചെല്ലുന്നു. ഈ സമയത്ത് നമ്മുടെ അച്ചു അവിടുന്ന് ഒരുങ്ങി വണ്ടിയിലേക്ക് വന്ന് കയറി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഡ്രൈവർ നമ്മുടെ അച്ചുവിനെ ഒരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക. അച്ചു ആണെന്നുണ്ടെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി വല്ലാത്ത ഒരു ഇഷ്ടക്കുറവിൽ അങ്ങനെ ഇരിക്കുന്നു. ഇയാളാണെങ്കിൽ അച്ചുവിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ പോണ വഴി കൂടെ അല്ല ഇയാൾ വണ്ടിയും കൊണ്ട് പോണത്. ഇയാൾ ഇടയ്ക്കിടയ്ക്ക് അച്ചുവിനെ അതിൻ്റെ അകത്തോടെ നോക്കുന്നുമുണ്ട്. അപ്പോൾ ഇതെന്ത് ഈ വഴി കൂടെ പോകണം, അപ്പുറ വഴി കൂടെ അല്ലേ പോകേണ്ടതെന്ന് അച്ചു ചോദിച്ചപ്പോൾ അപ്പുറ വഴിയിലേ റോഡ് പണി നടക്കുക, അതുകൊണ്ട് ഈ വഴിക്ക് പോകണമെന്ന് പറഞ്ഞു. ഓരോ സൈഡ് വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെന്നും പറഞ്ഞു. അച്ചുവിന് അന്നേരം ഒരു പേടിയും ടെൻഷനും ഒക്കെ. പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, കുട്ടി ഇതൊന്നും വായിച്ചില്ലേ എന്നൊക്കെ ഇയാൾ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇല്ലാന്ന് പറഞ്ഞു. എന്നെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്ന ഒരാളാണ് ഞാനെന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു. എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ ഞാൻ എത്തിച്ചിരിക്കുമെന്നും ഇയാൾ നമ്മുടെ അച്ചുവിനോട് പറയണം. അച്ചുവിനാണെങ്കിൽ പേടിയായി തുടങ്ങി. ഇയാളാണെങ്കിൽ വല്ലാത്തൊരു നോട്ടമൊക്കെ ആയിട്ട് ഇയാളിന്ന് വണ്ടി ഓടിക്കുന്നത്. എന്നിട്ട് ഒരു റൊമാൻറ്റിക് പാട്ടൊക്കെ ഇയാളങ്ങ് വെച്ചു. അച്ചുവിൻ്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കാൻ തുടങ്ങി. പാവത്തിന് പേടിയായി തുടങ്ങി. വണ്ടി ചുമ്മാ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. ഏതൊക്കെയോ ഊടുവഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അച്ചു. ഈ സമയത്ത് നിഖിലും വീട്ടുകാരും ഇവിടെ സ്ഥലത്തെത്തി ഒരുങ്ങിക്കെട്ടി വന്നേക്കാണ് എല്ലാം കൂടി. അപ്പോൾ പ്രതാപൻ ഓടി ഇറങ്ങിച്ചെന്നു നിഖിലിനെ ക്ഷണിച്ചു കൊണ്ടുവരാനായിട്ട്. ആ സമയത്ത് പൂർണിമയും അതുപോലെ അവരെല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇവരെ കണ്ടു. അവർ വന്നല്ലോ എന്നും പറഞ്ഞ് അവരിങ്ങനെ പറയും. അപ്പോഴത്തേക്കും വലിയ ചിരിയൊക്കെ ചിരിച്ച് ഇവർ കയറി വന്നു കേട്ടോ. അപ്പൊ പെണ്ണ് അവിടെ എന്ന് ചോദിച്ചു. ഇപ്പൊ വരുമെന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെ എത്തിയില്ലേ, അവള് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. പാർലറിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. എന്തിനാ പാർലറിലൊക്കെ വിട്ടത്, ഒരുങ്ങാനുണ്ടാകുമല്ലോ ശ്രീദേവി, ഭയന ടച്ചപ്പായിരിക്കും എന്ന് ചേട്ടൻ പറഞ്ഞപ്പം ഒരുക്കൊക്കെ ഇവിടെ മതിയായിരുന്നല്ലോ ഒന്ന് നിഖില്, ഇത് അമ്പലമല്ലേ, ഇവിടെ അങ്ങനെ സൗകര്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ മനസ്സിലായില്ലേ ഞാൻ എന്തുകൊണ്ടാണ് അമ്പലത്തിൽ കല്യാണം വെക്കേണ്ടെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് നിഖില് കയറി അങ്ങനത്തെ തടസ്സം പറയാം. ഇതൊക്കെ തന്നെയാ കുഴപ്പം, വല്ല റിസോർട്ടിലും ആയിരുന്നെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഇനിയിപ്പോൾ അനുഭവിച്ചോ എന്നും പറഞ്ഞ് നിഖിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം നിങ്ങൾ എന്തായാലും പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കും, അപ്പോഴേക്കും അച്ചു ഇങ്ങ് എത്തിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവറ്റകൾ ഒരു തരത്തിൽ നമ്മുടെ കുറുപ്പമ്മോനോടൊന്ന് പറഞ്ഞു വിട്ടു. പ്രതാപൻ ഇവരെയും കൊണ്ട് പോവുക. അപ്പോൾ എനിക്കെന്തൊരു പേടി പോലെ തോന്നും മോളേന്ന് നമ്മുടെ പൂർണിമ പറഞ്ഞപ്പോൾ, പേടിക്കണ്ട അമ്മേ, ചേച്ചി വരും, നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കല്യാണം നടക്കുമ്പോൾ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞ് സ്വാതി അമ്മയെ സമാധാനിപ്പിക്കുന്നു. ആ സമയത്താണെങ്കിൽ ഇതേ നമ്മുടെ പ്രതാപൻ പൂർണിമയെ മാറ്റി നിർത്തി, എന്താ ചേച്ചി പ്രശ്നം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരുടെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ എന്ന് പറയുമ്പോൾ, ഒന്നുമില്ല പ്രതാപ എന്ന് പറഞ്ഞു. ചേച്ചി എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ, മനുഷ്യരെ കണ്ടാലേ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. സത്യം പറ, എന്താ പ്രശ്നം, എന്താ കാര്യം? അത് പിന്നെ പ്രതാപ, അത് ഞാൻ എങ്ങനെയാ നിന്നോടിത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അച്ചുവിനെന്ത് പറ്റിയേ? അച്ചു ഇതുവരെ എത്തിയിട്ടില്ലെന്നുള്ള കാര്യം പറഞ്ഞു. എൻ്റെ പൊന്നെ, ഇത്രയുള്ളൂ എൻ്റെ ചേച്ചി, അച്ചു പാർലറിൽ പോയിരിക്കല്ലേ, ഉടനെ വരുമല്ലോ. അപ്പോൾ അവള് പാർലറിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് നേരമായി, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അവളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ലെന്നും. അയ്യോ ചേച്ചി, ഇനിയിപ്പോൾ എന്താ ചേച്ചി ചെയ്യുന്നേ, എന്തൊക്കെയാ ചേച്ചി പറയുന്നേ, അച്ചു പിന്നെ എവിടെ പോകാനാ ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് അറിയില്ല പ്രതാപ, ഞാൻ കണ്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ചേച്ചിയും. അവൾക്ക് ഇനി വല്ല പ്രേമോ കാര്യങ്ങളോ മറ്റോ ഉണ്ടായിരുന്നോ? കല്യാണത്തലേന്ന് ഇപ്പോൾ കാമുകന്മാരുടെ കൂടെയൊക്കെ ഒളിച്ചോടുന്നത് ഒരു ഫാഷനാണല്ലോ, അങ്ങനെ വല്ലതാണോ ചേച്ചി എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഒരിക്കലും അല്ല, എൻ്റെ മോൾ അങ്ങനെയുള്ള ഒരാളല്ല, മറ്റെന്തോ കുഴപ്പവും സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ, ഇതൊന്നും നമ്മളായിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതല്ലല്ലോ പ്രതാപ, എന്താ സംഭവിച്ചതെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പൂർണിമ അന്നേരം പറഞ്ഞു. ചേച്ചി ഈ കല്യാണം നടന്നില്ലെങ്കിൽ മൊത്തം കുളവും, ഞാനിനി അങ്ങനെ നിഖിലിന്റെ വീട്ടുകാരുടെ മുഖത്ത് നോക്കുമെന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ വരട്ടെ, ആദ്യം അച്ചുവിന് എന്താ പറ്റിയതെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പൂർണിമ ഇങ്ങനെ പ്രതാപനോട് പറഞ്ഞു. അങ്ങനെ പൂർണിമ പോയി കഴിഞ്ഞപ്പോൾ പ്രതാപൻ ഇങ്ങനെ നിന്ന് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് അച്ചു ആരുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്നാണ് പ്രതാപൻ പറഞ്ഞു വരുത്തിയത്. അങ്ങനെ ഈ ഡ്രൈവർ വണ്ടി അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇയാൾ ആരെയും ഫോൺ ചെയ്യുക. അപ്പോഴേക്കും അച്ചു ചോദിച്ചു, ആ ഫോൺ എനിക്കൊന്ന് തരാവോ എന്ന്. അതെ, എൻ്റെ ഫോണിൽ റേഞ്ച് കിട്ടുന്നില്ല. അപ്പോൾ എങ്ങോട്ട് വിളിക്കാനാ മോളെ നീ ആള്? അപ്പോൾ വീട്ടിലേക്ക്. അപ്പോൾ സോറി, അതെ ഫോൺ തരാനുള്ള അനുവാദം എനിക്കില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താന്ന് ചോദിച്ചു. അത് അങ്ങനെയാണെന്ന് ഇയാൾ. എന്നാൽ പിന്നെ നിങ്ങൾ വേഗം വണ്ടി എടുത്തേ, എനിക്ക് പെട്ടെന്ന് സ്ഥലത്ത് എത്തണമെന്ന് പറയുമ്പോൾ, എത്താം, ഞാൻ എത്തിച്ച് തരാം, ഓക്കെ എന്ന് പറഞ്ഞു ഇയാൾ. എന്നിട്ട് ആ പെണ്ണിപ്പം എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ഫോണിൽ സംസാരിക്കുക. അപ്പോൾ അച്ചു ഇത് കേട്ടു കേട്ടോ. ഇപ്പം വേഗം തന്നെ വണ്ടിയിൽ കയറി. എന്നിട്ട് ആ വണ്ടിയുടെ ഗ്ലാസ് എല്ലാം പൊക്കി വണ്ടി ലോക്ക് ചെയ്തു. എന്നിട്ട് ഇവൻ എങ്ങോട്ടോ പോവാ. അച്ചു ആണെങ്കിൽ വണ്ടിയെ കിടന്ന് ഭയങ്കര കരച്ചിൽ. നിങ്ങളിത് എങ്ങോട്ടാ പോണേ, എന്താന്നൊക്കെ അച്ചു ചോദിക്കുന്നുണ്ട്.
ഇയാളാണെങ്കിൽ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായി ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക. അച്ചു ആണെങ്കിൽ ഭയങ്കര കരച്ചിൽ. ഈ സമയം കൊണ്ട് നമ്മുടെ പല്ലവിയും സേതും കൂടെ ഓട്ടോ അനിയത്തിയെ തേടി. അപ്പോൾ ഇന്ദ്രൻ തന്നെ ഇതിൻ്റെ പിന്നിലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു സേതുവും പല്ലവി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എങ്ങോട്ട് പോകണം, എവിടെ പോയ അനിയത്തെ കിട്ടുമെന്നൊന്നും അറിയില്ല. അങ്ങനെ ആ ഒരു ഇതിൽ പല്ലവിയും സേതുവും ഇങ്ങനെ അച്ചുവിനെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുന്നിൽ ഇനി മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് തന്നെ നമുക്ക് സമയം കളയാനില്ലെന്നൊക്കെ പറഞ്ഞ് പല്ലവി സേതുവിനോട് പറയുന്നുമുണ്ട്. നമ്മുടെ അച്ചുവിനെ രക്ഷിച്ചെടുക്കാൻ, അച്ചുവിൻ്റെ ജീവിതം സേഫ് ആകാൻ നമ്മൾ ഏതറ്റം വരെയും പോകണം സേതു കേട്ടാ. നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്യണം അല്ലേ, അങ്ങനെയല്ലേ വേണ്ടത്, അങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ പല്ലവി സേതുവിനോട് ചോദിക്കുമ്പം അതേന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്ത് ഇന്ദ്രൻ ഇതിനകത്ത് കളിച്ചിട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് പല്ലവി ഇന്ദ്രനെ വിളിക്കാൻ തയ്യാറായി നിൽക്കുക. അപ്പോഴേക്കും സേതുവിനോട് ഇത് ചോദിച്ചപ്പോൾ സേതു ആദ്യമൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ അച്ചുവിനെ രക്ഷിച്ചെടുക്കണ്ടേ എന്ന് പല്ലവി ചോദിച്ചപ്പം ആരുടെ മനസ്സ് നമ്മുടെ സേതു മൂളി. ഞാൻ അയാളെ വിളിച്ചു, അയാൾ ഫോൺ എന്തൊക്കെയോ ആക്കി വെച്ചിരിക്കുക, നോക്കാം, നമുക്ക് ഇങ്ങോട്ട് വിളിക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞു. പല്ലവി ദേ എങ്ങനെയെങ്കിലും അച്ചുവിനെ കണ്ടെത്തണം, ഇല്ലെങ്കിൽ തോറ്റു പോകുന്നത് ഞാനാണെന്ന് സേതു പറയൂ കേട്ടോ. സേതുവേട്ടൻ തോക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് അവിടെ ഹരി ഇങ്ങനെ എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് മിത്രേട്ടൻ വന്ന് ഹരിയോട് അച്ചു വരാത്തതിൻ്റെ കാര്യം പറഞ്ഞു. ഈശ്വര കല്യാണം നടക്കില്ലെന്ന് നമ്മുടെ ഉണ്ണിക്കുട്ടൻ ചോദിക്കുമ്പോൾ പെണ്ണില്ലാതെ എങ്ങനെയാണ് കല്യാണം നടക്കുന്നതെന്ന് മിത്രേട്ടൻ ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നതേ ഇപ്പോഴത്തെ കല്യാണത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ട് അവൾ സ്വയം ഇറങ്ങി പോയതാണോ എന്നാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ കല്യാണത്തിന് താല്പര്യമില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരാ, ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് ഉണ്ണിക്കുട്ടൻ. സന്തോഷമായല്ലോ നിനക്കൊന്ന് മിത്രേട്ടൻ ചോദിക്കാം. ഒരു പെണ്ണിന്റെ ജീവിതം തൊലച്ചപ്പോൾ തൃപ്തി ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നേ? അപ്പം നീയാ തെറ്റുകാരൻ, നീ മാത്രം തെറ്റുകാരൻ. അവളുടെ ഇഷ്ടത്തിന് നീ സമ്മതം മൂളിയിരുന്നെങ്കിൽ ഇത് വല്ലതും ഉണ്ടാകുമായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഹരി ആകെ ധർമ്മസങ്കടത്തിലായി. ആർക്കും മനസ്സിലാകാത്ത കുറെ ന്യായങ്ങൾ നേരത്തെ നിൽക്കുക. അത് പറഞ്ഞല്ലേടാ നീ അവളെ ഒഴിവാക്കിയത്, നീയാണ് കുറ്റക്കാരൻ, നീ മാത്രമാണ് കുറ്റക്കാരൻ. അങ്ങനെ അച്ചുവിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ ഉത്തരവാദിത്വം പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാവത്തിനെ പേടിപ്പിച്ച് വിറപ്പിച്ച് ഇങ്ങനെ അവിടെ നിർത്തിയിരിക്കുകയാണ് നമ്മുടെ മിത്രേട്ടൻ. അപ്പോൾ ഇതൊക്കെ കണ്ട് മേടിച്ച് വിറച്ച് നിൽക്കുന്ന ഹരിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. എന്നാൽ നീ